ഹായ് ഗൈസ്, പവിത്രം പ്രമോയിലേക്ക് സ്വാഗതം. അങ്ങനെ വേദ പറയുന്നുണ്ട് വിക്രത്തിനോട്, ശ്രീകുമാർ എന്നയാൾ ആരാണെന്ന് അറിയോ വിക്രത്തിന്? ശ്രീകാര്യം ശ്രീനിവാസന്റെ പെങ്ങളുടെ മകനാണ് എന്ന്. ഇത് കേൾക്കുമ്പോൾ വിക്രം ആകെ അമ്പരന്ന് നിൽക്കുന്നുണ്ട്. താൻ തലയിൽ കയറ്റി വെച്ച ആള് തന്നെയാണോ ഇതിന്റെയൊക്കെ പിന്നിൽ എന്ന് ചിന്തയുമുണ്ട്. പിന്നീട് വേദ 2 ഡബ്ബ പെയിന്റുമായി വരുന്നുണ്ട്. അന്നേരം ശ്രീജ മുറ്റത്ത് തുണി വിരിക്കുകയായിരുന്നു. ശ്രീജ വേഗം വേദയുടെ കയ്യിൽ നിന്നും പെയിന്റിന്റെ ഡബ്ബ വാങ്ങി, ഇനി അച്ഛനെന്തെങ്കിലും പറയോ എന്ന് ചോദിക്കുന്നു. അതിന് വേദ, എന്തു പറയാൻ, വീട് മുഷിഞ്ഞാൽ നമ്മൾ പെയിന്റ് അടിക്കാറില്ലേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും നന്ദിനി ഓടി വന്ന്, അത് ശരി, അപ്പോ ഈ കെട്ടിടം വൃത്തിയാക്കാൻ പോവാണോ? ദേ, ഇതിൽ തൊട്ട് പോവരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ, വെറുതെ വഴക്കും ബഹളവും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നാണ് പറഞ്ഞത്. അതിന് വേദ പറഞ്ഞത്, എന്റെ നന്ദിനിയടുത്ത് നിങ്ങൾ ഈ വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നത്തിന്റെ അത്രയും കുഴപ്പമൊന്നും ഈ കെട്ടിടം പെയിന്റ് ചെയ്താൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ഉണ്ടായാൽ തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. ചൂടാറുന്നതിന് മുമ്പ് നന്ദിനി ഇത് ചെന്ന് മാഷിനോട് ഇതേപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഞാനത് തുടരുത് എന്നല്ലേ പറഞ്ഞത് എന്ന ചോദ്യത്തിന്, അതേ അച്ഛാ, കഴിഞ്ഞ ആഴ്ച പോലും വിനയേട്ടൻ പറഞ്ഞതേ ഉള്ളൂ അച്ഛൻ സമ്മതിച്ചാൽ പെയിന്റ് അടിക്കാമായിരുന്നു എന്ന്. പിന്നീട് ശ്രീകാര്യം ശ്രീനിവാസനും ശ്രീകാന്തും സംസാരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. നിന്റെ അനുജത്തിയില്ലേ, അവളാണ് ഇനി കോടതിയിൽ വിയർക്കാൻ പോകുന്നത് എന്ന്. അത് ശ്രീകാന്തിനും അറിയാവുന്ന കാര്യമാണല്ലോ. അതിനുശേഷം വിക്രത്തിന്റെ റൂമിലെ ചുവരിൽ കറുപ്പുള്ള ഭാഗത്തെല്ലാം വേദയും ശ്രീജയും കൂടി പെയിന്റ് എടുത്ത് വൃത്തിയാക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് മാഷും കമലയും വരുന്നുണ്ട്. പുറകിൽ നിൽക്കുമ്പോൾ ഇത് കണ്ട് കമലയും മാഷും വന്ന് പുറകിൽ നിൽക്കുമ്പോൾ വേദ പേടിച്ച് പറയുന്നുണ്ട്, ഞാനാണ് പെയിന്റ് വാങ്ങി കൊണ്ടുവന്നത് എന്ന്. അപ്പോൾ അച്ഛൻ്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയും ആശ്ചര്യവും കാണുന്നു. ഇനി അതിന് മാഷ് എന്തു മറുപടി പറയും എന്ന ആകാംക്ഷയിലാണ് കമലയും ശ്രീജയും നന്ദിനിയും എല്ലാവരും നിൽക്കുന്നത്. വിശ്വവും അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക. ബൈ ബൈ.